If I could be honest, here in this moment, I've been so nervous to stand here with you. They're all here for us, and I feel their aura. But just for a moment, I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. If I could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much it meant to you. Yes, they can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. I belong with you. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പ്രധാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ
മറിയമേ നിനക്ക് സമാധാനം. തലമുറയായി ഇടങ്ങളുടെ സങ്കേതമായിരിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ പ്രഭാതയാമത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഒരു പകൽക്കാലം കൂടെ ജീവിപ്പാന്റെ കോണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, പ്രത്യേക അടിയങ്ങളുടെ ഈ ഭവനത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നടത്തിയ നല്ല വഴികളെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ നൽകിയിട്ടുള്ള നന്മകളെ ഓർത്ത് തിരുസന്നിധിയിൽ നന്ദിയോടും ഏറ്റവും വിനയത്തോടും കൂടെ ജീവിപ്പാൻ അടിയങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന നിന്റെ മകനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണയെ സൃഷ്ടിച്ചു കൊടുത്ത ദൈവം അവിടുന്നാകുന്നത് പരിശുദ്ധ വേദപുസ്തകങ്ങളോട് സംസാരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഇതിന്റെ മകനും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ മകന്റെ മുകളിൽ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും അവിടുന്ന് വർഷിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ നിന്റെ മകനും കരുതപ്പെട്ടിരിക്കുന്ന മകളും അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമേ. ഇവരുടെ ജീവിതത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾ എല്ലാ കാലവും നിവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. സ്നേഹത്തോടും സന്തോഷത്തോടും നന്ദിയോടും കൂടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണത്തിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. പരസ്പരമുള്ള ബന്ധവും ചേർച്ചയും ദൈവികമായ മഹത്വത്തിന് മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് മുഖാന്തരമായി ബന്ധപ്പെടുന്ന രണ്ട് കുടുംബങ്ങളെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നുവരെയുള്ള ക്രമീകരണങ്ങൾ അവിടുന്ന് കൂട്ടായിരുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രത്യേക വിവാഹ കൂദാശയുടെ കർമ്മങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യം ഏറ്റവും നിറവായി കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത കുടുംബജീവിതത്തിന്റെ എല്ലാ നൽവരങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം വിവാഹ കൂദാശയിൽ കൂടെ നിന്റെ മക്കൾക്ക് സംഗതിയാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, തുടർന്നുള്ള വിരുന്നിന്റെ കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. കാനാവിലെ കല്യാണ വിരുന്നിൽ ഇറങ്ങിച്ചെന്ന് എല്ലാ കുറവുകളെയും നീക്കി ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നത്തെ വിവാഹ വിരുന്നിലുണ്ടാകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിന്റെ മക്കളുടെ ജീവിത കാലഘട്ടത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. നിന്നെ അറിഞ്ഞ് നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് നിന്റെ മക്കളെ സംഗതിയാക്കുമാറാകണമേ. ഈ മക്കൾക്ക് വേണ്ടി കർത്താവേ, ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുത്ത് എല്ലാവരെയും സന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ്, കർത്താവേ, പ്രിയപ്പെട്ട പിതാവ്, എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എല്ലാവരെയും ഓർന്ന നന്മകളാൽ നിറയ്ക്കുമാറാകണമേ. കുടുംബം ഒന്നാകെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി കാണപ്പെടുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ പ്രഭാവി വഴിയിൽ ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രരുടെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എല്ലാവരോടും പ്രത്യേക വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മകനോടും കരുതപ്പെട്ടിരിക്കുന്ന മകളോടും രണ്ട് കുടുംബങ്ങളോടും ഇവരുടെ ബന്ധത്തോടും സകല വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളോടും കൂടെ എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. വർണ്ണിച്ചു തീർക്കാൻ ആവില്ലെനിക്കൻ യേശുവേ, പാടിത്തീർക്കാൻ ആവില്ല നിൻ വൻ കൃപകളെ. വർണ്ണിച്ചു തീർക്കാനാവില്ലെനിക്കൻ യേശുവേ, പാടിത്തീർക്കാനാവില്ല നിൻ വൻ കൃപകളെ. നിൻ മാർവിൽ ചേർന്നു വസിച്ചിടാൻ കൊതിയായൻ പ്രാണനാഥനെ, നിൻ സ്വരമെന്നെന്നും കേൾക്കുവാൻ കൊതിയായൻ ആത്മാ
ആത്മകാന്തനെ കൃപയിൻ ഉറവാം യേശുവേ കൃപയിൻ ഉറവാം യേശുവേ ക്രൂശത്തിൽ ഞാൻ നോക്കിടും വേളയിൽ നിറഞ്ഞിടും ക്രൂശത്തിൽ ഞാൻ നോക്കിടും വേളയിൽ നിറഞ്ഞിടും നയനമിന്നും നന്ദിയാലെ അധരമേകും സ്തോത്രഗീതം ആത്മരക്ഷയേകി എന്നിൽ ക്രൂശത നിൻ മുൻപിൽ താഴ്മയാ ഏകും എൻ സർവവും കരുണാക്കടലേ യേശുവേ കരുണാക്കടലേ യേശുവേ വർണ്ണിച്ചു തീർക്കാനാവില്ലെനിക്കൻ യേശുവേ പാടിത്തീർക്കാനാവില്ല നിൻവൻ കൃപകളെ നിന്മാർവിൽ ചേർന്നു വസിച്ചിടാൻ കൊതിയായൻ പ്രാണനാഥനെ നിൻ സ്വരമെന്നെന്നും കേൾക്കുവാൻ കൊതിയായൻ ആത്മകാന്തനെ കൃപയിൻ ഉറവാം യേശുവേ കൃപയിൻ ഉറവാം യേശുവേ തിരുവചനത്തിൽ നോക്കവേ കണ്ടു ഞാനെൻ ഭാഗ്യമാ തിരുവചനത്തിൽ ഞാൻ നോക്കവേ കണ്ടു ഞാനെൻ ഭാഗ്യമാ പുത്രത്വത്തിൻ ശ്രേഷ്ഠ പദവി ആനന്ദത്തിൻ സ്വർഗനാടും ദാനമായി കൃപാവരങ്ങളേവതും ആത്മാവിൻ ശക്തിയാ ജീവിക്കും സാക്ഷിയാ മഹിമാപരനേ യേശുവേ മഹിമാപരനേ യേശുവേ വർണ്ണിച്ചു തീർക്കാൻ ആവില്ലെനിക്കൻ യേശുവേ പാടിത്തീർക്കാൻ ആവില്ല നിൻവൻ കൃപകളെ
വർണ്ണിച്ചു തീർക്കാനാവില്ലെനിക്കൻ യേശുവേ. പാടിത്തീർക്കാനാവില്ല നിൻവൻ കൃപകളെ. നിന്മാർവിൽ ചേർന്നു വസിച്ചിടാൻ കൊതിയായൻ പ്രാണനാഥനെ. നിൻ സ്വരമെന്നെന്നും കേൾക്കുവാൻ കൊതിയായൻ ആത്മകാന്തനെ. കൃപയിൻ ഉറവാം യേശുവേ. കൃപയിൻ ഉറവാം യേശുവേ. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. Worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. So bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. Yes, I will worship Your holy name. Lord, I worship Your holy name. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ. സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ. സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ. സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ. മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ, മണ
മണവാട്ടി സഭയെ വരൂ നീ അവനോട് ചേർന്നിടുവാൻ. മാൻമിഴികളിലൂറും മാണിക്യങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അഗ്നിസമൻ അതിശോഭിതനാം മശിഹാനിൻ മണവാളൻ അവനോടു ചേരൂ കന്യകയെ നീ ധന്യയതാം നൂനം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട മണവാളൻ, മണവാട്ടി, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ ദേവാലയത്തിൽ വിശുദ്ധമായ വിവാഹ കൂദാശയ്ക്ക് വേണ്ടി നാം എല്ലാവരും കടന്നു വന്നിരിക്കുന്നു എന്ന് ഞാൻ ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും പരിശുദ്ധ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എപ്രകാരമാണ് നാം പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൗരസ്ത്യ ആരാധന രീതി എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണല്ലോ ഉള്ളത്. ആ കാര്യം അത്തരത്തിൽ തന്നെ ക്രമീകരിക്കാനായിട്ടിടയാകും. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ദയവീത് അകലം പാലിച്ച് നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇടങ്ങളിൽ നിൽക്കുന്നവർ ഒരു വരിയായിട്ടൊക്കെ നിൽക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ആവശ്യത്തിന് അകലങ്ങൾ പാലിക്കാനായിട്ട് സാധിക്കും. കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദേവാലയത്തിനുള്ളിൽ സ്ത്രീകൾ നിൽക്കുമ്പോൾ ദയവീത് മൂടുപടം അണിഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏവൻഗേലിയോൻ ഭാഗം വായിക്കുന്ന സമയത്ത് ദയവീത് നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമോ മറ്റ് ഫോട്ടോ എടുപ്പോ ആവശ്യമില്ല. ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അത് സ്റ്റില്ലായിട്ട് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചുമന്ന ഭാഗം ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുലന്നേക്കും തന്നെ ആമേൻ. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായി ഞങ്ങളോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമൃത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.
ബലഹീനനും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ബർഖുമോർ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബുഖൂലസ്ബാൻ ലവുൽ മീ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്കെതിരെയിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തുവത്. നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടെന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വിടപ്പുള്ള ഹൃദയങ്ങൾ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്നുള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശ്വാത്മാവിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹാനെ താകുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ തന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾക്ക് തുറന്നു തരണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുകിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ വിശ്വസാൽ സിഹ്യോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിലെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളിൽ ഹോമങ്ങളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ശുഭഹോല ബോല ബുറോവൽ റൂഹോ ഖാദീശോ. മിൻവോലം വാതാവൽ വോലം വൽമീനാമേ. ൃഗ്ഹാദീലശുമായോനേ വഫ്സാഹലറവോനേ. ഹാദുലകിൻ ശുദ്സോഹുദായ് മസീഹോ മലേരഹമേ. രക്ഷകനേ, വൈദിക തിരുനാമത്തിൽ നൽകിടും മോതിരഘോഷകളെ സദയം വാഴ്ത്തുക തൃക്കൈയാൽ. മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയിലും താമാദീക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാറയ്ക്കുമോ ശുഭഹോല ബോല ബുറോവൽ റൂഹോ ഖാദീശോ.
കാദീശോ. മിന്നുമൂലം വാദാമുൽമൂലം വല്ലീനാമേ മാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന ത്രിത്വരഹസ്യം സംപൂജ്യം താതാ മജറൂഹ മുറിയോറാഖെ മലൈനുവാദാരായി. ബർഖുമോർ പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ അന്യോന്യം സ്വീകരിക്കുകയും ചെയ്ത ഗുണമുള്ള ഐകമത്യം പേരിലുണ്ടാവുകയും ചെയ്യണമേ. ഹോശോ ബുഖുലുസ്ബാൻ ലവൽമീ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും. വർഷിച്ചാൻ കൃപനിൻ ആധരത്തി ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാരക്കുമോ ശുഭഹോല ബോല ബുറോവൽ റൂഹോ കാദീശോ. മെൻവോലം മാതാമുൽമൂലം വൽമീനാമേ ഉപമകളാ ശ്രീമോൻ ചൊന്നാദീവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിനുത്തമനാ തൻ പൂങ്കാവാണിസരായി ശുഭ്രന്യാക്കോപില്ലതയെ രക്തന്നറുതി തൈലത്തെ മൃദുലൻ ലെബനോൻ താരകിലെ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ കാലോസ് ബർഖുമോർ. നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടപെടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടുപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യുക്തമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങളെ നൽകുകയും
പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് എടുപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ സംഗതിയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Hasnok smayon laides kudisho mhaimento krolashamavun wakarol yuhanon wagayil yehabo latraihun shamavun ab terab baitu walyu hanon porusu troye nun fakid inu bashi ruson nadarudon badmayaki rospino barakumo subahola bola buroval ruho kadisho bin volam wadamul volam വിശ്വസ്തി സഭയെ ഭയമിന്നുള്ളിൽ ക്ലേശം വീണ്ട അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ജ്ഞാനം കൈവിടുകയില്ല. ലോകത്തിനവസാനത്തിൻ പാരം വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തിൻ താതാ മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻ ത്രോണോസാ മുറിയോറാഖി മേലൈനുവതായി വ്രതനിഷ്ഠയും വെടുപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ,
തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകുകയും ചെയ്യണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കൂല സുബാൻ ഓർക്കുമോർ തന്റെ കരുണയാലും ബഹുലമായ തന്റെ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകരം കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലതുകരം ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകരം അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് ഈ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും
അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബർഖുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ ദാസനാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനു വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. പാവന സഭജം നീടുന്നു ഇൻവരനേവൻ ഞാൻ ധന്യ വന്ദിക്കും നീ വന്നിന്നെ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വേണ്ടോരോ നാളിൽ സത്വരമുന്നതി ഞാൻ പൂണ്ടു. സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. സ്കീപ്പായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ. താതനികേതം ഞാൻ പൂകി വിട്ടിടാം ഞാൻ റൂഹായേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധമായ വിവാഹ കൂദാശയുടെ ആദ്യ ശുശ്രൂഷയായ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ് നടക്കുവാനായിട്ടുള്ളത്. ഇതിൽ കൂടിയാണ് മണവാളനും മണവാട്ടിയും ദമ്പതികളായി സംയോജിപ്പിക്കപ്പെടുക എന്നുള്ളത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹ ജീവിതം അത് അനുഗ്രഹത്തിൻ്റെ ജീവിതമാകുവാൻ തക്കവണ്ണം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് സൂചിപ്പിക്കുവാനായിട്ട് ഇനി സമയം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ നമ്മൾ ചൊല്ലിയ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും, ചിലപ്പോൾ ഈ സൗണ്ടിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാനും വിട്ടുപോയി കാണും. 2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സ്വർണ്ണാഭരണങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് നിങ്ങൾ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇത് ഈ കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 കാര്യങ്ങളെ ഈ ഭാഗത്തുനിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് സ്വർണം, ഒന്ന് പുഷ്പം. സ്വർണം എന്നുള്ളത് ഏറ്റവും താല്പര്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇവിടെ പരിശുദ്ധ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട്, വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ പരിപാലിക്കണം. അതായത് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും വിശുദ്ധിയോടും ഒരു കുടുംബജീവിതം മുമ്പോട്ട് നയിപ്പാൻ നിങ്ങൾക്ക് സാധിക്കണം. രണ്ടാമത്, സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകത കൊണ്ട് നിങ്ങൾ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദേവാലയത്തിൻ്റെ കവാടത്തിൽ തന്നെ അതിമനോഹരമായ ഒരു പുഷ്പം കൊണ്ടുള്ള ആർച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വന്നത് തന്നെ പുഷ്പങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ പുഷ്പങ്ങളിൽ നിന്ന് സുഗന്ധം വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ സുഗന്ധമുള്ള പക്വതയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത്. പക്വതയോടെ
പരസ്പരം പറയുന്നത് കേൾക്കുവാനുള്ള സാവകാശം നിങ്ങൾക്കുണ്ടാകണം. ഭാര്യ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ഭർത്താവിന് സാധിക്കണം. ഭർത്താവ് നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ ഭാര്യയ്ക്കും സാധിക്കണം. അവിടെ പക്വതയുടെ ഒരു പെരുമാറ്റം നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു കുടുംബജീവിതം ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമുള്ള ഒരു കുടുംബജീവിതമായി മാറ്റപ്പെടുക. പ്രിയപ്പെട്ട ജിജോയ്ക്കും ലിൻഡയ്ക്കും എല്ലാ ആശംസകളും ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹ ഉദാശയുടെ രണ്ടാമത്തെ ശുശ്രൂഷയായ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ ഇവിടെ സമാരംഭിക്കുന്നു. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ബക്കൂലസ്ബാൻ ലവുൽ മീ. ആദിമനീതി ഏറെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. ഹൗവയോടാദാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. റഫുക്കയുടെ സഹായിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. ബാരിക്കുമോ മെൻമൂലം വാദാമുൽ പോലം മീനാമേ മിസ്രിമിൽ യൗസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തീ ദൈവാ ദയചെയ്തിടണമേ. മുറിയോറാഖെ ബലൈനുവാദാരായി കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഈശ്വരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബക്കൂലസ്ബാൻ ലവുൽ മീ. മോദിക്കട്ടെ പരമനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരും നീ മുൻപീറവനീ. മഹിമാവിൻ മുടിച്ചൂടി തലയിൽ ബാരിക്കുമോ മെൻമൂലം വാദാമൽ പോലം
താഴ്വരയേമേ സ്വർഗത്തിൽ സഭയെ കാന്തൻ സ്ഥാപിച്ചാൻ വാഗ്ദത്തം പോൽ സ്വർഗമേവം സുൽത്താനന്മാർ ഹൈലേയർക്കോ സിവരേക്കാൾ നിന്നെ മേലാക്കി സ്തോമൻ കാലോസ് വർഖുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയുമല്ല ഇപ്പോഴും ഇടവിടാതെ കരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയവ് തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരികയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ സാധ്യമല്ല എന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമാകുന്ന കർത്താവേ, നിനക്ക് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യുക്തമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു എന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ പ്രീതിപ്പെടുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകാൽ ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ശരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽമീ ورخمور من الوهون قابل خصوص خوبين شبكون ذاته طريقن الملولم والمين സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനോ നൃപതി ശലോമോൻ വിമല സഭേ നിന്നിലാളിപ്പും നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാത്മസുമസമം സഭയെ സകലവിധം സമഭി നീ കരത്തേണ്ടാത്തോ ശ്രീബായി വന്നിപ്പതിനാൽ രാജാവാമശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാരിക്കുമോ സുബ്ഹാന ബോല ബറോവൽ റൂഹോ ഖാദീസോ ഹല്ലേലൂയ
അവയോടൊപ്പം താൻ സഭസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേരി അവളീറയോടൊപ്പം പാടുന്നു 150 കമ്പികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ ഓനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം. വർഗമോർഗത്തിലെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമാകുന്ന കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലതുകരം ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീകമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുലസ് ബാൻഡവൽമീ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടെ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോറിയബ് ഹൈലം നഖദേ മൽകോ വാപ് ഫുർഖാനോ കുന്ദുസ് റവർ ബോയിസ്. ഹല്ലേലൂയ. വർഗമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. എവങ്കേലിയോൻ
Kadisho, the Moranishu Mashiho, Koruzu, Somagioni, Soben Matais Niho, Magrasono, the Bagreza Hai, Frukono, Lagulbo. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവനെ സ്തുതിക്കണം. നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ തന്നെ അനുഗമിക്കുകയും അവിടെ വെച്ച് താൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ മറുപടിയായി, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ മറുപടിയായി, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുതെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും അപ്രകാരം തന്നെ. ശിഷ്യന്മാർ അവനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരസ്തുതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ മറുപടിയായി, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ബാറഖുമോർ ഉശൈനോ ലകുൽകുൻ. വന്യശ്ലീപാതരുവിന്മേൽ നീതി മഹാരവിയാവിന്റെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Hasino yo klilo do kohano soyam burise hatu mora barakama la kohani vamsham Soni
ഹസനെ ബകലി ലൈഹോ കല്ലോ സംബകനോ നൈഹി വനീന്നുടയോൻ കയ്യ മകുടം ഘോഷമിറങ്ങുന്നു മടവാളനയാചാര്യൻ അടിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മിശിഹാനൃപനായി രചിതം മകുടം പാരം രുചിരം ഉടയോനുയരെ വാഴ്ത്തി തേകിയ മകുടം കൊഹനോ മടവാളൻ തൻ ശിരസിൽ ഭൂഷണമായി അടിക്കുന്നു ശാശ്വതശാല ധീശ സത്യമണാള ശീഘ്രം സവിധമണങ്ങി ഡണമേ സതതം ഓർ കർത്താവ് നിന്റെ നീതിന് കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Menschmayo soyah nohes lakal soyo klilo the kohano soyam buriso hato mora Barahama Lakohani Vamsam Sone Hasani Bakali Laiho Kallo Sambagano Naihe വനീന്നുടയോ കയ്യ മകുടം ഘോഷമിറങ്ങുന്നു മടവാട്ടിയാചാര്യൻ അടിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മിശിഹാനൃപനായി രചിതം
മകുടം പാരം രുചിരം ഉടയോനുയരെ വാഴ്ത്തി തേകിയ മകുടം കൊഹലോ മടവാട്ടിയുടെ ശിരസിൽ ഭൂഷണമായി അടിക്കുന്നു. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോ സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോടു സദൃശ്യം. നീതിயின் കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് തന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം താൻ സ്ലീബാ വിജയക്കൊടി താൻ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും വിനയം മാനം പതിഭക്തി എൻ പ്രിയ തന്നോടെ മൂടുപടം റഫ്കായതിനാൽ ആവൃതയാ മൂടണമതുപോൽ മണവാട്ടി റഫ്കായതിനാൽ ആവൃതയായി മൂടണമതുപോൽ മണവാട്ടി. ബർഖുമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനാകുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകരം വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടുന്നതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരിക ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലമേൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കട്ടെ.
മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ഹോശോ വബക്കുലസ് ബാൻ ലവൽ മീ. ഇതൻ തോട്ടം നട്ടോനേ, നീയാണൻ യുവമണവാളൻ. നിൻ തോട്ടത്തീ നിൻ പേർക്കാ വിശേഷിടുക കുളിർത്തന്നൽ. പായാലവകാശധനം മുദ്രിതമാക്കി പീഠകളാ അടിമവിടുത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി. മോറിയോറാഹി മേലൈലു ആദാരേ തഖലൻ മോറാൻ തരവു കൊറാബോ തമലൈ റഹമേ സ്മാബോവൂസാൻ വാബെദ്റഹമേ അൽനഫ്ശോസാ. നാമം ചൊന്നീ ദമ്പതികൾക്കായി വരമേകേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്വാ. എൻ കർത്താവേ, ഇവരുടെ വായ്കളെ വാഴ്ത്തിടേണം. സർവം കേട്ടിട്ട് ഭീർത്തനായി കൈക്കൊണ്ടോനേ, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. ബർഖുമോർ വാത്സല്യ സഹോദരങ്ങളെ, നാമെല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള എവൻഗേല്യോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ
വിശുദ്ധ കന്യകമർത്തുമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധമാർ ആബോ പിതാവിൻ്റെയും പ്രാർത്ഥനയാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുവനും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവ് കന്യമറിയാമിൽ നിന്ന് ശരീരയായിട്ടൊന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹിതന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിലും വരുവാനിക്കുന്ന ലോകത്തിലെയും പുതുജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കമോർ സ്തോമൻ കാലസ് കുറിയയിലായിസോ വസമൽ ഖുബുശ് ബഹോ കോമാസ് ഹാലേലൂയ ലുയ്യ മാലക് സോബൻ യാബിനോ വദുയ്യാ മേക് ബേസാബു ഹാലേലൂയ ഹാലേലൂയ നസരഗമൽ കോമലെ സുപരെ ബാറക്കിമോ ബഹോല ബോല ബറോവൽ റൂഹോ കാദീസോ മിൻ കോലം വാദാമുൽ കോലം വൽ മീനാമേ ഹർബോ സഖ്ലോഫായി ഓസുബഖോറോ ദമഖൈമേ ലീഹിദോ ദദനഗമേനെ നബ്റഹമേനൽ കൂലാൻ സ്തൗമൻ കാലസ് കുറിയലായിസോ ദുഖറോനദ മറിയം നഖബൽ ബുർകോസാൻ വസലു സോതഹവേ ശൂറൽ നബ്ശോസാൻ ബാറക്കിമോ Riho basimo hofo apoya labusul tomaria yulda saloho oriyo rahim belainu adare moradisho gurusundin മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. സാദിഖോഗദ ഗ്ലോന ഫ്രാഹലേലുയ വഗറസദലേ ബനനശ്വാ നഫറുൻ തുബ്ന സറാബുൻ തൈബൂസോ ഹാലേലൂയ ശാമീനെ ബാസീ മേനഖമു
പാറയ്ക്കുമോ മിൻമൂലം വാദാമുൽമൂലം മീനമേ വലയിൽ ദേശുമായോ വൈലന്തയാക്കാൻ ദുഃഖറോനോ നിസ്സദറുൻ ബസലാവോസോ സൗമൻ കാലസ്കുറിയേലായിസോ തുപോലൻ സീഹോ തുബൈഹുല സോഹദേ യമോദുഹോമോ പാറക്മോ സോഹദേ ദസ്റാഗൻ എസഹുലം സീഹോ വസിയബ്രാങ്കേ ഫേ മറല മറോമോ മുറിയോ രാഗി മേലൈനു ആധാരൈ ലാഖ്ബാത് പത്തുൻ സബയോനെ നപ്പാൽ വൻപാത്തിൽ ബിനാൻ മഹ്വസോബ് ശബ്ദ ഗുരുഗുസോ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീകമായ വിശുദ്ധ വിവാഹ കുദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും നമസ്കാരവും ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് കൈക്കൊള്ളപ്പെടുമാറാകണമേ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധമായ വിവാഹ കൂദാശ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധ ദേവാലയത്തിൻ്റെ ആദ്യ സമ്മാനമായി പരിശുദ്ധ വേദപുസ്തകം ഈ നവ ദമ്പതികൾക്ക് ഈ സമയത്ത് നൽകുന്നു. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇടവകയുടേതായ എല്ലാ ആശംസകളും ഈ സമയത്ത് പ്രിയപ്പെട്ട ജിജോയ്ക്കും ലിൻഡുവിനും ഈ സമയത്ത് നേരുന്നു. ദൈവം അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ ഇടയാക്കട്ടെ. The Bible says it's a good thing to give thanks to the Lord. Amen. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name and thank you, Lord. I just want to thank you, Lord.
we thank you, Lord. Lift your voice. Thank you, Lord. For all you've done in our lives, we want to say thank you, Lord. Oh, thank you, Lord. Thank you, Lord. Yes, we do. Oh, we want to say thank you, Lord. Yes, we thank you, Lord. 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 With a grateful heart. With a grateful heart. With a song of praise, with an outstretched arm, I will bless your name. Oh, thank you, Lord. Yes, I just want to thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, thank you, thank you. Thank you, Lord. I just want to thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. Yes, we thank you, Lord. Thank you, Lord. As we break this bread together, let's make this promise too. As we live our lives from day to day, we'll remember the love we feel today when we break our bread together. And as we share this bread together, let's swear between us two that as we live our lives from day to day, we'll remember the loved ones here today when we share our bread together. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയെ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളി പോ നുകർന്നിടുവാനാ പറന്നെത്തി ഞാൻ.
முதல் வெக்கம் தந்த நீ மணப்பக்கம் வந்த நீ காதலானதே நீ இரவும் பகலும் நீதானே கடலும் அலையும் நுரையும் நீதானே உடலும் உயிரும் நீ எங்கும் எதிலும் நீ எதிலும் அதிலும் நீ நீயே தட்டி விடுவதும் நீயே எட்டி பிடிப்பதும் நீயே என்னை கொல்லடி காதல் நடத்திடும் இந்த மோதல் எது வந்த போதும் நீயே தாழ்வானவள் எதிலும் உனது முகம் வந்து எனது கவனம் தடுமாறும் அதிலும் கூட சுகமாக ஓரம் மீதி காண்கிறேன் எதிரில் வந்து நின்றாலே எனது நிலைமை என்னாகும் விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன் நீயே எனதுயிர் சட்டம் நீயே எதிர்வரும் திட்டம் நீயே நானாகிறேன் பாதை வழியில் ஒரு வேலை இவன் நடைகிற போதை என்னை நீக்கவா As we gather in this place today, Holy Spirit, come and have your way. Have your way. As we lay aside our own desires, sweep across our hearts with holy fire. Oh, have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today.
This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. This is your house. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. We welcome you today. Yes, we do. We welcome you today. ഈ വൈകുന്നേരം 4 മണി കഴിഞ്ഞ സമയത്ത് കർത്താവേ, ഈ ഭവനത്തിൽ ഞങ്ങൾ എന്തിനു വേണ്ടി ഒത്തുകൂടി എന്നുള്ള ഉദ്ദേശം ഞങ്ങൾ അറിയുന്നതിന് മുന്നമേ നീ അറിയുന്നവനാകുന്നു, തമ്പുരാനാകുന്നുവല്ലോ കർത്താവേ. നിജോയുടെയും ലിൻഡുവിൻ്റെയും വിവാഹം ഒക്കെ മംഗളകരമായി നടന്നു കർത്താവേ. അവളെ ഈ ഭവനത്തിൽ ഏൽപ്പിച്ചിട്ട് കർത്താവേ, അവളുടെ ബന്ധുക്കൾ വീണ്ടും അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി പോവുകയാണ് കർത്താവേ. അവർ പോകുന്ന യാത്രയിലൊക്കെയും നീ കൂടെ ഇരിക്കണമേ. യഥാസമയം അവരെത്തിച്ചേർന്നു എന്നുള്ള സദ്വാർത്ത കേൾക്കുവാൻ യേശുവേ നീ ഞങ്ങളെ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. പുതുതായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ലിൻഡുവിനും ജിജോയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ അനേക സംവത്സരങ്ങൾ അവർ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഞാനും എൻ്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ കുടുംബമായി ദൈവത്തെ അറിഞ്ഞു ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലുള്ള ഏവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഈ വിവാഹ ചടങ്ങുകളിൽ എത്തിയിരിക്കുന്ന ഏവരും കർത്താവേ, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോഴും മടങ്ങിപ്പോകുന്ന യാത്രയിലും ഒക്കെ നിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ. ചോദിച്ചതിൽ നിനച്ചില്ല അധികമായ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് അൻപുള്ള യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോട് കേൾക്കണമേ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസുഖത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ച പോലെ ഞങ്ങളുടെ ഭാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിങ്ങളുടെ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സകലബുദ്ധിയും കവിയുന്നതിൽ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാട്ടെ.
पल में ही थम सा गया। तू हाथ में हाथ जो दे गया, चलूं मैं जहां जाए तू, दाएं में तेरे बाएं तू, रुत में हवाए तू साथिया। हंसूं मैं जब गाए तू, रोऊं मैं मुरझाए तू, भीगूं मैं बरसाए तू साथिया। साया मेरा है तेरी शक्ल, हाल है ऐसा कुछ आजकल। सुबह मैं हूँ तू धूप है, मैं आईना हूँ तू रूप है, ये तेरा साथ खूब है हम सफर। इश्क के सारे रंग दे गया, फिर खींच के अपने संग